കൂട്ടുകാരെ, ഒരു സ്നാക്സ് ആയാലോ? കൊക്കുവട എല്ലാവർക്കും ഇഷ്ടമാണെന്നല്ലേ? അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ, വീഡിയോയിലോട്ട് പോകാം. മഴക്കാലത്തൊക്കെ ഒരു കട്ടൻ ചായയുടെ കൂടെ കൊക്കുവട കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാരോ ഉള്ളത്? അപ്പൊ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് കടലപ്പൊടിക്ക് 1 കപ്പ് അരിപ്പൊടി. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കണം. ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അപ്പം അതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. 2 വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും നന്നായി മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ വെള്ളം നമുക്കൊരു 3-4 ടേബിൾ സ്പൂണോളം അതിലോട്ട് ചേർത്ത് വീണ്ടും ഒന്ന് കുറച്ച് പൊടിയും കൂടിയും ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 നിമിഷം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ കളർ ചേഞ്ച് ആവും. ബബിൾസൊക്കെ അടങ്ങും. ബബിൾസൊക്കെ പോകുമ്പോൾ ഞാൻ നമുക്ക് തിരിച്ചിടാം. സിമ്പിൾ പരിപാടിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ. ആദിലക്ഷ്മി കിച്ചൻ വീട് കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഞാൻ നിറയെ വീഡിയോസ് ചെയ്യുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മളിത് കളർ ചേഞ്ച് ആയ ശേഷം നമ്മളത് കോരി ഒരു അരിപ്പപാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ എണ്ണയൊക്കെ വറ്റാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം മക്കളെ, സിമ്പിൾ പരിപാടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ വീട്ടിലുണ്ടാക്കി അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ അടുത്ത ട്രിപ്പ് ഇതുപോലെ ഉണ്ടാക്കാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ചായക്ക് ഒരു കടിയൊക്കെ പെട്ടെന്ന് വേണമെന്നാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ശുദ്ധമായ നമുക്ക് അറിയാവുന്ന എണ്ണയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു മനസ്സിനൊരു തൃപ്തിയില്ലേ. പുറത്തുനിന്ന് വാങ്ങണ ചിപ്സ് ഏത് എണ്ണയിലാണ് എങ്ങനെ ഉണ്ടാക്കണേന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ തന്നെ കുറച്ച് നേരം കഷ്ടപ്പെട്ടാൽ നമ്മുടെ മക്കൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. അപ്പം നമ്മൾ എല്ലാ പക്കവടകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെളുത്തുള്ളി കൂടി ജസ്റ്റ് ചതച്ചിട്ട് വറുത്തെടുക്കുക. അത് നിന്റെ മേലെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കറിവേപ്പിലയാണ് വറുത്ത് കോരിയിട്ടേക്കുന്നത്. ഇനി നമുക്ക് ഇത് നമ്മളൊരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചില്ലുകുപ്പിയിൽ ഇട്ട് വയ്ക്കുക. നമ്മൾ ആവശ്യത്തിന് എടുത്ത് കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ട് കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ. ആദിലക്ഷ്മി കിച്ചൻ മേഡ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കണേ. അവരോടൊക്കെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പൊ ഇനിയുള്ള സ്നാക്സ് ഒക്കെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഹെൽത്തി ആയ ഒരു സ്നാക്സ് കൊടുത്ത് ശീലിക്കുക. വെറുതെ ഈ ലൈസ്
അന്നമാതിരി ഐറ്റംസ് ഒന്നും വാങ്ങി കൊടുക്കണേക്കാളും നല്ലതല്ലേ ഇത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.